ഹലോ ഫ്രണ്ട്സ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ കുറച്ച് ചർച്ചയും റിവ്യൂവും റോസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. കാരണം മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞ ഫാമിലി വ്ളോഗർ ഒരു സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഹിമാലയ. അവരത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതവർ പറ്റിക്കുന്നതാണ്, ഇത് ഉടായിപ്പാണെന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റാണ് ഞാനിപ്പം വായിക്കാൻ പോകുന്നത്. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലല്ലേ? വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ലെന്ന്. ഒന്ന് പോ ചേച്ചി. ചേച്ചി സത്യം പറയാലോ, വൈറ്റ് അടിച്ചത് പോലെയുണ്ട്. അതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ കത്തയ്ക്ക് ഇട്ട കൊണ്ടാണ്, മസാജ് ചെയ്താൽ മതി. വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല, ഭയത്തിൽ തള്ളു ചേച്ചി. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി അത് നന്നായിട്ട്, അവർ മുഖം നന്നായിട്ട് വെളുത്തിരിക്കുന്നു, വൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി, വൈറ്റ് കാസ്റ്റ് ഇല്ല. ചേച്ചി സത്യം പറ, ഏതാ ശരിക്കും യൂസ് ചെയ്യുന്ന? ഓരോ ട്രെൻഡിൽ അനുസരിച്ച് മാറാതെ ഓരോ സാധനങ്ങളും വരുമ്പോഴും ഇതാണ് നല്ലത്, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയാണോ? അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. മോളു, ഇത് പ്രൊമോഷനാണ്, ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ്സൊക്കെ തന്നെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അവർ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രൊമോഷനാണ്. ഇനി ഇതൊക്കെ തേച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എൻ്റെ പേര് പറയരുത്, ഇത് പ്രൊമോഷനാണ്. അവർ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ സാധനം. അതുകൊണ്ട് അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. എന്തൊരു വൈറ്റ് കാസ്റ്റ്. അതിനും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ മസാജ് ചെയ്താൽ മതി. ചേച്ചി പറയുന്നതിൽ ഏതാണ് നല്ലത്? എല്ലാം നല്ലതാണോ പറയുന്നത്? അതെ. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ എന്തിനാണ് കള്ളം പറയുന്നത്? ഉള്ള പിഴ കളയാതെ ഇരിക്കൂ. അതിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. ഇവരെല്ലാത്തിലും ഒരേ കമൻറ്റ് തന്നെയാണ്, 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. ഇത് ഫുൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ. അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫേസിൽ മസാജ് ചെയ്താൽ മതി. എല്ലാം മസാജൊക്കെ ഉള്ളു. ഏതെങ്കിലും ഒരു സൺസ്ക്രീനിൽ ഉറച്ചു നിൽക്കുക കേട്ടോ. ദിവസം ഓരോന്നാണ് കാണുന്നത്. സത്യം പറയാലോ, വൈറ്റ് വാഷ് ചെയ്തത് പോലെ ഉണ്ട്. ഞാൻ ഇതിൽ എല്ലാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ആഡ്സ് അല്ലാതെ റിയലായി സംസാരിക്കും. ഞാൻ വ്യക്തമായി, അവർ റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, ഇറ്റ്സ് പെയ്ഡ് പ്രൊമോഷൻ എന്ന്. ഇത് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ കൊടുത്തിട്ടുണ്ട്, മസാജ് ചെയ്താൽ മതി. ഇവർ ഒരുപാട് പേർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഈ 5 മിനിറ്റ് മസാജ് ചെയ്താൽ മതി എന്നാണ്. പിന്നെ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, അതുകൊണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അതുകൊണ്ട് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആഗ്രഹമാണ് വൈറ്റ് സ്കിൻ വേണം. അവർക്ക് സൗന്ദര്യത്തിൽ കുറേ കൂടെ ആഗ്രഹമുള്ളവരാണ്. ഒരിക്കലും ഇതുപോലുള്ള യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ട് നിങ്ങൾ ആ സൺസ്ക്രീൻ ഉപയോഗിക്കുക, ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങളൊരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തോട് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാവുള്ളൂ. അവർ പറയുന്ന സൺസ്ക്രീനും ക്രീമും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ എല്ലാ ആളുകളുടെയും ശരീരം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ശരീരവും സ്കിന്നും ഒക്കെ പല രീതിയിലാണ്. ചില ആളുകൾക്ക് ഇത് പിടിക്കും, ചില ആളുകൾക്ക് അലർജി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തോട് മാത്രമേ ഇതുപോലുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഈ യൂട്യൂബേഴ്സിൻ്റെ പറ്റിപ്പൊക്കെ പൊക്കി വരുവാണ്. കാരണം
ഇവരുടെ ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്ത ഏതൊരു പെണ്ണ് അവർക്ക് ഏകദേശം 3,00,000 സംതിങ് വ്യൂസ് കിട്ടി. അപ്പോൾ അവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം അവരുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. അവർ നോക്കിയപ്പോൾ ഇവരാണ് അത് കൊടുത്തതെന്ന് അറിഞ്ഞു. അതിന് മറുപടിയായിട്ട് ആ ഒരു വീഡിയോ ഇട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ച്, ഈ ഒരു സൺസ്ക്രീനിനെ കുറിച്ച് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു ഉടായ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ ന്യായീകരിച്ചും ഇവർ മൈ വേ ബൈ കല്യാണി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിനെ നന്നായിട്ട് വളർത്തണം, അതിൽ നിന്നും പണം സമ്പാദിക്കണം. നമ്മുടെ യൂട്യൂബ് ചാനലിനെ വളർത്തി വലുതാക്കുന്നവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. നമ്മളെപ്പോഴും അവരോടൊരു നീതി പുലർത്തണം, കാരണം അവരെ പറ്റിക്കരുത്. ഇപ്പോൾ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഈ സബ്സ്ക്രൈബേഴ്സിനെ അല്ലാത്തവരെയൊക്കെ പറ്റിക്കാനുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ആളുകൾ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. യൂട്യൂബേഴ്സിനെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പറ്റിക്കുന്ന പരിപാടി ഞാൻ ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം തീരുമാനിക്കണം. കാരണം അവരാണ് നമ്മുടെയൊക്കെ ശക്തി. അതുകൊണ്ട് ഇനിയും തട്ടിപ്പുകൾ ഉണ്ടാകും. അതുകൊണ്ട് തട്ടിപ്പുകൾ ഉണ്ടായാലും അത് കൈയോടെ പിടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മളാരും ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. എന്നാലും ഒരിക്കലെങ്കിലും ചിന്തിക്കുക, ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല. എനിക്ക് അവരിൽ നിന്നും വെറുപ്പിക്കലും മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം ഇതുപോലെ പ്രൊമോഷൻ ചെയ്ത് കാശ് മേടിക്കാം.